മലയാളികൾക്കിടയിൽ മാത്രമല്ല ഇതര ഭാഷാ പ്രേക്ഷകർക്കിടയിലും കാത്തിരിപ്പ് ഉയർത്തിയ ചിത്രമായിരുന്നു ദൃശ്യം 3. മലയാളത്തിൽ ഏറ്റവും അധികം റീമേക്കുകൾ നടന്ന ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ഭാഗം എന്നതായിരുന്നു ഇതിന് കാരണവും. ഒരേ തരത്തിൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭിച്ച ആദ്യ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമ്മിശ്ര അഭിപ്രായമായിരുന്നു ദൃശ്യം 3ക്ക് ലഭിച്ചത്. എന്നാൽ ചിത്രത്തെ ബോക്സ് ഓഫീസിൽ തടയാൻ അതിനൊന്നും ആയില്ല. നിർമ്മാതാക്കൾ അറിയിച്ചത് പ്രകാരം വെറും 7 ദിവസം കൊണ്ടാണ് ചിത്രം 700 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. എന്നാൽ രണ്ടാം വാരാന്ത്യം പിന്നിട്ടപ്പോൾ കളക്ഷനിൽ ഒരു വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ചിത്രത്തിന്. പ്രമുഖ ട്രാക്കറുമായ സാൻസിക്കിന്റെ കണക്ക് പ്രകാരം ജൂൺ 1 തിങ്കളാഴ്ച ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ 2.20 കോടിയാണ്. തലേ ദിവസമായ ഞായറാഴ്ച നേടിയത് നോക്കുമ്പോൾ 58.9% ഡ്രോപ്പായി ചിത്രത്തിന്. ചിത്രം ഞായറാഴ്ച നേടിയ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 5.35 കോടിയായിരുന്നു. അതേസമയം 12 ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടമുണ്ടാക്കിയിട്ടുള്ളതാണ് ചിത്രം. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ നെറ്റ് കളക്ഷൻ 98.90 കോടിയാണ്. ഗ്രോസ് ആവട്ടെ 114.76 കോടിയും. 12-ാം ദിവസം രാജ്യത്തെ 2276 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോഴുള്ള കണക്കാണ് സാൻസിക് അവതരിപ്പിച്ചിരിക്കുന്നത്. പതിവിന് വിപരീതമായി മലയാളം പതിപ്പിന് ഇറങ്ങിയ അതേ ദിവസം തമിഴ്, തെലുങ്ക്, കന്നഡ മൊഴിമാറ്റിയ പതിപ്പുകളും തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. മലയാള സിനിമയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു റിലീസ്. 12-ാം ദിനം ലഭിച്ച 2.25 കോടിയിൽ സിംഹഭാഗവും വന്നത് മലയാള പതിപ്പിൽ നിന്ന് തന്നെയാണ്. 2 കോടിയാണ് തിങ്കളാഴ്ച മലയാളം പതിപ്പ് നേടിയത്. തെലുങ്ക് പതിപ്പാവട്ടെ 12 ലക്ഷവും തമിഴ് പതിപ്പ് 5 ലക്ഷവും കന്നഡ പതിപ്പ് 3 ലക്ഷവും നേടി. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കളക്ഷനിൽ വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ട്രാക്കർമാർ. കഴിഞ്ഞ തിങ്കളാഴ്ചയും ചിത്രത്തിന് വലിയ ഡ്രോപ്പ് സംഭവിച്ചിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷൻ ഉയർന്നിരുന്നു.